പറടാ. സരസ്സു പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കുട്ടിക്കാലം മുതലേ പടക്കങ്ങൾ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വീക്കാണ്. കുട്ടിക്കാലം മുതലേ പടക്കങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾ ഈ വീഡിയോ കാണണ്ട. ഇപ്പോഴും ഞാൻ ഡിസ്ക്ലെയിമർ പറയുന്നത് നല്ലതായിരിക്കും. കിച്ചണിൽ നിന്ന് വീഡിയോസ് കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കാറിലിരുന്നും, അതുപോലെ ട്രാഫിക്കിൻ്റെ ഇടയിലിരുന്നും, അതുപോലെ ഹോസ്പിറ്റലിലിരുന്നും, നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലും കടകളിലും ഒക്കെ ഇരുന്ന്, അവിടെയും ഇവിടെയും തുണിക്കടയിലൊക്കെ ഇരുന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരൊന്നുമില്ല, പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന സമയത്ത് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫുള്ള് എന്നെ കൈയെടുത്ത് കാണിച്ചു. വളരെയധികം സന്തോഷം. ഞാൻ തിരിച്ചും കൈയെടുത്ത് കാണിച്ചു, സംസാരിച്ചു, എൻ്റെ വീഡിയോസൊക്കെ കാണണമെന്ന് പറഞ്ഞു, ഉറപ്പായിട്ടെന്ന് പറഞ്ഞു. സന്തോഷം. അത് കേട്ടപ്പോൾ ഒരു കുളിർമ. ഫാമിലി ഫുള്ള് പാസങ്ങൾ നേസങ്ങൾ ഏതുവും ഒன்றே വഴുതിടും വഴക്കയോ വഴക്കില്ല. ആ ഫാമിലി എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നെഞ്ചിൽ കുടിയിരിക്കും. ഞാൻ ഇമോഷണലി അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല സാഹചര്യങ്ങളും പല സ്ഥലത്തു ഇരുന്നൊക്കെ നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണാറുണ്ട്. ഉറപ്പായിട്ടും ഇതുപോലത്തെ കോണ്ടന്റ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക, ബെറ്റർ ആയിരിക്കും. ഉറപ്പായിട്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇമാതിരി കണ്ടന്റുകൾ കുട്ടികളെ കാണിക്കാതും കൂടിയിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പോർക്കളത്തിൽ പുതിയൊരു രാജകുമാരി വന്നിരിക്കുകയാണ്. രണാസുനെ വെട്ടിക്കടത്തിക്കൊണ്ട് തന്റെ സാമ്രാജ്യം താൻ ഒറ്റയ്ക്ക് കെട്ടിപ്പടർത്തി ഉയർത്തിയെടുക്കാനായിട്ട് പുതിയൊരു ചേച്ചി വന്നിരിക്കുകയാണ്. ചേച്ചി വിത്ത് ഡബിൾ ചാനൽ. ചേച്ചിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രൊമോഷൻ തരും. ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, അതിൽ എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ എടുത്ത് നീ റീച്ച് കൊടുക്കുന്നതെന്ന്. ഞാൻ റീച്ച് കൊടുക്കുന്നതല്ല, ഓൾറെഡി ഇവരൊക്കെ അവരുടേതായ സർക്കിൾ വൺ റീച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇത് സാധാരണക്കാരായ ആൾക്കാർ അറിയണം. നിങ്ങളുടെയൊക്കെ ഫീഡിൽ ഇതുപോലത്തെ അക്കൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിപ്പോർട്ട്, ബ്ലോക്ക്, അത് ഇത് ചപ്പ് ചവറെല്ലാം അടിച്ചു കളയുക. നല്ല പോലെ റിപ്പോർട്ട് അടിക്കുക. അതാണ് മാക്സിമം ചെയ്യാനുള്ളത്. അങ്ങനെ യൂട്യൂബ് തന്നെ ഇതുപോലത്തെ കണ്ടന്റ് ഉള്ള മൊത്തം ആൾക്കാർ എങ്ങനെ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അനലൈസ് ചെയ്യാൻ തോന്നും. അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ അടിച്ചു കളയുന്നതിനേക്കാളും നമ്മൾ റിപ്പോർട്ട് കൊടുക്കും തോറും അനലൈസ് ചെയ്യും. അപ്പോൾ എന്തോ വിഷയമുണ്ട്. അങ്ങനെ യൂട്യൂബ് മൊത്തത്തിൽ നോക്കുമ്പോൾ കുട്ടികളടക്കം വഴിതെറ്റിക്കുന്ന അമ്മാതിരി വീഡിയോസ് ഇടുന്ന ഇവളുമാരെയൊക്കെ അടച്ചങ്ങ് പൂട്ടും. അതാണ് സംഭവം കേട്ടാ. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ നിയമം തന്നെ വരും. പിന്നെ യൂട്യൂബിൽ പോളിസീസ് പുതിയത് വരും. യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ പോളിസീസ് വരും. ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ കാലക്രമേണ നമുക്ക് ഒറ്റ ഡോസിൽ അടിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇവളുമാർ അടുത്ത ചാനൽ തുടങ്ങി വരും. അങ്ങനെ നമുക്ക് കാലക്രമേണ ഇതിനെയൊക്കെ എല്ലാം അടിച്ച് ഇവിടെ നിന്ന് അങ്ങ് തീർക്കാം. ചിലപ്പോൾ കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ചധികം വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ വെയിറ്റ് ചെയ്തിട്ടാലും നമുക്ക് തീർത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി കണ്ടിന്യൂ. ബാ. നമസ്കാരം. ഓ നമസ്കാരം. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അവിടെ സുഖമല്ലേ? സുഖത്തിനൊന്നും ഒരു കുറവില്ലെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോസ് കണ്ടപ്പോ തന്നെ. ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാൻ കേട്ടോ. ഓ, അങ്ങനെ നമ്മുടെ ചേച്ചി ഒരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാൻ പോവുകയാണ്. ഒരെണ്ണം ഉണ്ട് ഓൾറെഡി. ആ ഓൾറെഡി ഉള്ളതിന്റെ പേര് ഞാൻ കൊടുക്കാം കേട്ടോ. ഈ പുതിയത് തുടങ്ങാൻ പോകുന്നത് ടോക്ക് വിത്ത് അഷിത. അതാണ് പുതിയ ചാനലിന്റെ പേര്. കാണാം. ടോക്ക് വിത്ത് അഷിത എന്നാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ശ്രദ്ധിച്ചോ, റിപ്പോർട്ട് അടിക്കാം. ഓ പിന്നെന്ത്, എന്റെ ഫുൾ സപ്പോർട്ട്. ഞാൻ പ്രൊമോഷൻ ചെയ്ത് തരല്ലേ ഫ്രീ ആയിട്ട്. ചേച്ചി എനിക്ക് 5 പൈസ തന്നിട്ടില്ല. ചേച്ചി എനിക്ക് ആരെന്നൂലും അറിയത്തില്ല. ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത് തരല്ലേ. നന്ദി വേണേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണണം. അപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ ചാനലിനും തരണം. എന്റെ മറ്റുള്ള അതായത് ചേച്ചി പറഞ്ഞത് കേട്ടല്ല, ചേച്ചിക്ക് ഇതുവരെ കൊടുത്ത സപ്പോർട്ട് ഈ ചാനലിലും കൊടുക്കണമെന്ന്. അപ്പൊ ഇതിന് മുന്നേ ചേച്ചിക്ക് വേറൊരു ചാനലുണ്ട്, അതിലും നിങ്ങൾ കൊടുക്കുന്ന അതേ സപ്പോർട്ട് ചേച്ചിക്ക് ഇതിലും കൊടുക്കണം. നമുക്ക് ആ ചാനൽ കാണണ്ടേ? അതാണ് ചാനലുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ആ ചാനലിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അറിയിച്ചിട്ടേ പോണുള്ളൂ. അപ്പം ഈ ഒരു ചാനലിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വാരി കോരി തരും. ഞാൻ വാരി കോരി ഇന്ന് സപ്പോർട്ടായിരിക്കും. ചേച്ചിക്ക് എന്തായാലും ഈ ചാനൽ ടോക്ക് വിത്ത് അജ്മതയ്ക്ക് ഞാൻ പൂർണ്ണ സപ്പോർട്ട്. എന്തായാലും ചേച്ചിക്ക് ഈ ചാനലിൽ മാത്രമല്ല, ഞാൻ പഴയ ചാനലിന് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇപ്പൊ സപ്പോർട്ട് വാരി കോരി തരാം. ഫുള്ള് വാങ്ങിച്ചിട്ടല്ലാണ്ട് പോകരുത്. ഓക്കെ, അപ്പൊ അസ്മിത 275 എന്തോ
ഇതൊന്നും നോക്കിക്കൂടാ. അതിലെ തപ്പ് നീ പള്ളി പോണവനാണ്. നീ ഇമാതിരി അവരാതൊന്നും ഇരുന്ന് കാണരുത്. ഓക്കെ. ഓ കിസിക്ക് ആട്ടോ ഹേ. ഞാൻ നോക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കാണുന്നില്ല ഇതൊന്നും. എന്തുവാ ഞാൻ കാണുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ നോക്കുന്നില്ല, ഞാൻ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. കിസിക്ക് എന്ന് വെച്ചുകൊണ്ട് ചേച്ചി വന്നിരിക്കുന്നത്. ദൈവമേ, വീണ്ടും ഗുഡ് മോർണിംഗ് DS. നോക്കട്ടെ. വയ്യ തരും ഏതോ മനം. ലാവും മറന്നു പോയി നിന്റെ വെണ്ണില. അതല്ലല്ലോ, വരി മാറിപ്പോയി. എന്തായാലും ചേച്ചിയുടെ പുതിയ ചാനൽ നിങ്ങൾ കണ്ടല്ലോ. ചേച്ചിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു, ആ ചാനലാണ് ഈ ചാനൽ. ഈ ചാനലുകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എവിടെ പോയി വെള്ളം കോരോ എന്തോ ദൈവത്തിനറിയാം. അപ്പൊ ഈ ചാനലല്ലോ ചാനല്. ഓക്കെ, ചേച്ചിയുടെ ആദ്യത്തെ ചാനൽ അത്, രണ്ടാമത്തെ ചാനൽ ഇത്. ഇല്ല, ആദ്യ ചാനൽ ഇത്, രണ്ടാമത്തെ ചാനൽ ഇത്. ഇതിൽ കൊടുത്ത അതേ സപ്പോർട്ട്, ഏത് ഈ ക്വാളിറ്റി കണ്ടന്റ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കില്ലേ, ഇതിൽ കൊടുത്ത അതേ സപ്പോർട്ട് അപ്പുറത്തും കൊടുക്കണമെന്നാണ് ചേച്ചി വാശി പിടിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം ചേച്ചി. ഇതെന്തുവാ നോക്കട്ടെ ചേച്ചിയുടെ. ഇതെന്തുവാ? കർമ്മം അതില് തപ്പ്. നീ അങ്ങനെയൊന്നും നോക്കരുത്. ഞാൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ട, ഞാൻ കാണൂല. ഞാൻ ഒളിച്ചു നോക്കിക്കോട്ടെ. ഞാൻ ഒളിച്ചു നോക്കണല്ല, സോറി, ഞാൻ ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ കാണുന്നില്ല. ചേച്ചിക്ക് മെമ്പർഷിപ്പും ഉണ്ട് കേട്ടോ, മെമ്പർഷിപ്പൊക്കെ ഉണ്ട്. ചേച്ചി വലിയ ആണ്. ചേച്ചി ഇതെന്താ സംഭവം? എന്തുവാ ഇത്? മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാനും സമ്മതിക്കൂല. പറയടാ. ഐ തിങ്ക് ഇവരുടെ അടുത്ത് കുട്ടി ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ? ഇവര് പറയുന്ന ആ ഒരു വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഒന്നുകൂടി റിപ്പീറ്റിൽ കൊടുക്കാം, നോക്കിയോ. ജുവാൻ പറയടാ എന്ന് കേട്ടല്ലോ. അതായത് ഇവരുടെ മകനോ ആരോ അടുത്തുണ്ട്, ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. മേ ബി. നാണമില്ലേ നിങ്ങൾക്ക്? എന്തുവാടാ ഇത്? ഇത് ഏത് ഘട്ടത്തിലോട്ടാണ് നമ്മളെ കാലം പോകുന്നത്? ഇരിക്കണോ കാലം നോക്ക്. ബാക്കി കൂടെ കാണും. ദേഷ്യം വേണ്ടേ അതുൽ. അല്ല, അടുത്ത് കുട്ടിയില്ല. ഇപ്പുറത്ത് വേറെ ഫോൺ വെച്ചിട്ട് മെമ്പർഷിപ്പിന്റെ കാര്യം സംസാരിക്കുക. എന്തായാലും കൊള്ളാം. കുട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാ? ചേച്ചി മക്കളുണ്ടാ? അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇടയ്ക്ക് ഞാൻ റീസെന്റ് ഒരു രണാസുനെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു ലേഡി പറയുന്ന ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നാണം കെട്ട് ഇതുപോലെ നിറയെ പൈസ ഉണ്ടാക്കി മക്കൾക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നാത്തിനാ ആ മക്കൾക്ക് ഈ നാണക്കേട് കൊണ്ട് ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുപോലെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെപ്പോലെ ഒരാൾ തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരു തള്ള. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കൂളിൽ PTA മീറ്റിങ്ങിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മക്കൾക്ക് നാണക്കേടായിരിക്കും. അയ്യോ ചേച്ചി, നല്ല ഐശ്വര്യം ഉണ്ടല്ലോ. മര്യാദയ്ക്ക് വല്ല റീലും എടുത്ത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചൂടെ? ഇതെന്തുവാ ഇത്? പണം കിട്ടുമെന്ന് പറഞ്ഞ് എന്ത് അപരാധം കാണിക്കുമോ? കൊള്ളാം. ഇതെന്തുവാ നോക്കട്ടെ. എന്തുവാ? സരസസുന്ദരീ മണി അലസമായുറങ്ങുമീ വെറുതെ പറന്നരികിൽ വന്നു. അയ്യോ, ഞാനിതൊന്നും നോക്കിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കണ്ടില്ല. ചേച്ചിയുടെ മെമ്പർഷിപ്പ് 468 പേരുണ്ട്. 390 രൂപ വെച്ചിട്ടാണ് ചേച്ചി കൊടുക്കണത്. എന്ത് മെമ്പർഷിപ്പ്? വേറെ ഒന്നും വിചാരിക്കില്ല. കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിക്കില്ലേ? എന്താ ബ്ലർ ചെയ്തൊക്കെ പിടിച്ചിരിക്കുന്നു? ഇപ്പം ചേച്ചി 2046 സ്റ്റോറി, 6 പോസ്റ്റ്, 75 റീൽ, ഇത്രയും ഉണ്ട് അതിൻ്റെ അകത്ത്. അവരാതല്ല, ക്വാളിറ്റി കണ്ടന്റ്. 390 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ല ചേച്ചി. അടുത്ത് ചേച്ചിയുടെ ഇപ്പോഴത്തെ ടോക്ക് വിത്ത് അശ്വിതയിലുള്ള വീഡിയോസ് ഒന്ന് കാണാം. എന്ത് നല്ല ഐശ്വര്യമുള്ള പെണ്ണുമ്പിള്ള. ഇതുപോലെ മാന്യമായിട്ടുള്ള വീഡിയോസ് എല്ലാം എടുത്ത് ജീവിച്ചൂടെ? കണ്ട അപരാധങ്ങളും കാണിച്ച് കുറെ ചൊറിയണം. കണ്ട സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കടവോളം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കണം. ഹലോ. രാവിലെ എന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അതെ, രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മസാല ദോശ ഒരു വികാരമാണ്. രാത്രി മെമ്പർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ കഴപ്പ് പിന്നെ വേറൊരു വിശാലതയാണ്. ഒന്നും പറയാനില്ല.
ഏതെടുത്താലും 100. മെമ്പർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ അമ്പലത്തിലും രാത്രി മെമ്പർഷിപ്പിലും. നല്ല ജീവിതമാണ്. കുന്നാ പാവം തിന്നാ തീരുമെന്ന് പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ അപരാധ പാവം അമ്പലത്തിൽ പോയി തീരൂല ചേച്ചി, കേട്ടോ? തീരൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അതെ മസാല ദോശ കഴിച്ചു. ഞാന് എനിക്ക് മസാല ദോശനെക്കാട്ടും ഇഷ്ടം ഇവിടെ വേറൊരു സാധനം മെമ്പർഷിപ്പ് ദോശയായിരിക്കും. അങ്ങനെ ഒരു ദോശ ചോദിച്ചു നോക്കുക, എളുപ്പം തരും. മസാല ദോശയല്ലേ, മെമ്പർഷിപ്പ് ദോശയുണ്ടോ? അതാട്ടോ മെയിൻ. ഓക്കെ അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും കേട്ടോ. ഞാൻ സംസാരിക്കും. അപ്പൊ ഇത്ത മാക്സിമം മലയാളം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ തൊലി കെട്ടി കിട്ടുന്നത്? കാണ്ടാമൃഗത്തിന്റെ ഷീറ്റ് 3 അത് മുഖ്യം. അതൊരു കഴിവ് തന്നെ കേട്ടാ. ഇമാതിരി കോപ്പറയങ്ങളും പേക്കൂത്തുകളും കാണിച്ചിട്ട് വേറെ ചാനലെന്ന് പറഞ്ഞ് തുടങ്ങി വന്നിരുന്നിട്ട് പുറത്തിറങ്ങി നടക്കാൻ ഉളുപ്പ്. സമ്മതിച്ച് തൊലിക്കട്ടി അപാരം. നമുക്കിതൊന്നുമില്ല. ബാ ഇത് ടോക്ക് വിത്ത് അർഷിത. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ഫറൂഖ് പാലത്തിന്റെ അടുത്തുള്ള ഒരു പാർക്കില്, ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അവിടെ ഒരു പോപ്കോണിന്റെ ഷോപ്പ് ഉണ്ട്. നല്ല ഐശ്വര്യമുണ്ട് അല്ലേ? കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു നാടൻ തനിമ. പക്ഷെ അത് ഇങ്ങനെ നയിക്കുമ്പോൾ മെമ്പർഷിപ്പിൽ കയറി കഴിഞ്ഞാൽ അൺനാടൻ തനിമയാണ്. പിന്നെ മുഴുകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങും. കുറെ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്താനായിട്ട് അവിടെ ഇവിടെയും പൊടിപ്പ് തൊങ്ങലിട്ട് പൊക്കി കാണിക്കും. കാലം പോയ പോക്കേ, കല പോലെ കറന്നിരിക്കുന്നത് കുഴലില്ല വഞ്ചി ജച്ച് തകിട് പരത്തി പൂവ പോലെ പറയുതുവോ പദമില്ല പഞ്ച് റജിദാഗ് ബലബുര തങ്ക പോലെ ഉറങ്ങതുവോ കഴുത്തുള്ള കണറസല കള്ള പോലെ കളന്നിരിക്കുന്ന കുഴലില്ല കണ്ട് റെഡി തകിട്. പൊതുവെ ആള് കുറവാണ്. അപ്പൊ അവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം, മലയാളം പറയാൻ പറ്റുമോ? ഹായ്, നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് ബാലുശ്ശേരി കൂരാച്ചുണ്ടലേക്ക് ബാലുശ്ശേരി നല്ല പരിചയമാണല്ലോ. കോഴിക്കോട് ബാലുശ്ശേരി. എൻ്റെ ഒരു ഫ്രണ്ട് റീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട്. ആ ബാലുശ്ശേരിയിലാണല്ലേ ഈ ബാലുശ്ശേരി നിൽക്കുന്നത്. കൊട്ടാരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തൃക്കുറ്റിശ്ശേരി പാലത്തിന്റെ അടുത്തുള്ള ഒരു തട്ടുകടയിലാണ്. എന്റെ മുന്നിലാണ് ഞാനുള്ളത്. മുന്നിലല്ല, അതിന്റെ തൊട്ടടുത്താണ്. അപ്പം ഒരു ഇത്ത നടത്തുന്നൊരു ഇതേ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇതിൽ എന്താന്നുള്ളതെന്നറിയോ? മെമ്പർഷിപ്പ്. ഇംഗ്ലീഷ് വാക്കുകൾ. ഇപ്പൊ നമ്മള് ഇപ്പം ഞാൻ കുട്ടിക്കാരനോട് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഇംഗ്ലീഷ് വാക്ക്, ഇപ്പൊ ഞാൻ ഹലോ പറഞ്ഞു, നിങ്ങൾ ഹലോ പറഞ്ഞു. നമ്മൾ ഹലോ പറഞ്ഞാൽ പിന്നെ ഹലോ അല്ലാതെ പിന്നെ വേറെ എല്ലാം പറയാൻ പറ്റും. അപ്പൊ ചേച്ചിയുടെ 2ാമത്തെ ചാനൽ ഇതാണ്. ചേച്ചി വേറൊരു സകലകലാ വല്ലഭിയാണ്. അതായത് ചേച്ചി കഴിവേറിയ ആളാണ്. ഒരുപാട് കഴിവുകൾ ഏറി നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ കഴിവേറി എന്ന് വിളിക്കുന്നത്, അല്ലേ? അതുപോലെ കഴിവേറിയ ഒരാളാണ് നമ്മുടെ ചേച്ചി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ജീവിക്കാൻ ഒരു തൊഴിൽ കട്ടി അപാരമായിട്ട് വേണം. അത് ചേച്ചിക്ക് എന്തായാലും നല്ലോണം ഉണ്ട്. രാത്രി മെമ്പർഷിപ്പും രാവിലെ അമ്പലവും മസാല ദോശയും. വാട്ട് എ ലൈഫ്. ഇനി നമ്മുടെ രണാ സുനയിലോട്ട് വരാം. ശാരിക. അമ്മച്ചിയെ കുറെ കാലം കൊണ്ട് കാണാനില്ലായിരുന്നു. അമ്മച്ചി എവിടെയായിരുന്നു? വല്ല പണിക്കും പോയിക്കൊണ്ടിരുന്ന. തൊഴിലുറപ്പല്ല, അമ്മച്ചിക്ക് പറ്റിയത് അതല്ല, കുറ്റം പറയലാണല്ലോ. ഏത് കുറ്റം പറയല്? മറ്റേ ഒരുത്തിയെ വെളുപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളമാരെ തെറി വിളിക്കുന്നത്. തൊഴിലുറപ്പ് നല്ല പരിപാടിയാണ്. എനിക്ക് പോണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ അവിടെ പോയി വെട്ടിക്കളച്ച് പണ്ടാ തുടങ്ങും. അതുകൊണ്ട് വേണ്ട, വേർക്ക് വയ്യ, പോട്ട്. അതുകൊണ്ട് ചേച്ചിക്ക് പറ്റിയത് കുടുംബശ്രീയാണ്. കുടുംബശ്രീയിലും ചില അമ്മച്ചിമാർ, എല്ലാ അമ്മച്ചിമാരും അല്ല, ചില അമ്മച്ചിമാരൊന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അറിയാം. പിന്നെ അതുപോലെ തൊഴിലുറപ്പിന് പോയിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തെ വളയിലിരുന്ന് വളഞ്ഞു കൂടിയിരുന്ന് കുറ്റം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തൊഴിലുറപ്പ് പിടിച്ചിട്ട്, അല്ലാതെ ജോലിയെ ആക്ഷേപിച്ചതോ അതിൽ പോകുന്ന ആൾക്കാരെ കളിയാക്കിയതല്ല. കുറേ പേര് അതിലുണ്ട് ഇതുപോലെ ഇരുന്ന് പരദൂഷണം പറയുന്നത്. ആ ടീംസിനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ചേച്ചി ചുവപ്പ് ലൈറ്റൊക്കെ അടിച്ചും കൊണ്ട് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഈവിൾ ലുക്ക് കിട്ടാനായിരിക്കും ചുവപ്പ് റൈറ്റ്, ചുവപ്പ് റെഡ് റൈറ്റ് ലൈറ്റ്. എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ. നിനക്കെന്തായാലും ഒരു പ്രേതബാധ ശല്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. എത്ര മാല
1, 2, 3, 4 ഇതിൽ കൃപാസനത്തിലെ ആ ഒരു ഇതുണ്ടല്ലോ കോയിൻ, അതിന് പേര് കിട്ടുന്നില്ല, അത് നിന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. നിന്നെ ആരെയാണ് അവിടെ കയറ്റിയത്? പിന്നെ ഏലസ് ഉണ്ട്, പിന്നെ വേറെന്തോ ലോക്കറ്റ് ഉണ്ട്, എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. എന്തായാലും നീ ചെറിയ പുള്ളിയല്ല, നിനക്ക് പ്രേതത്തിന്റെ കൂടുതൽ ബാധശല്യമുണ്ട്, അതെനിക്ക് മനസ്സിലായി. പറ. പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. പേടിക്കാനുള്ള സാമാന്യ ബോധം മനുഷ്യന് വേണം. നിങ്ങൾ ഗോസ്റ്റ് ഹൗസ് സിനിമ കണ്ട, അതിൽ മുകേഷും സിദ്ദിഖും പേടിക്കുമ്പോഴും ജഗദീഷും നടുക്കറന്ന് പേടിക്കത്തില്ല. എന്തുകൊണ്ട്? എന്നിട്ട് പറയും പേടിക്കാനും വേണം. അത് അശോക അടുത്ത് ലാസ്റ്റ് പറയും പേടിക്കാനും വേണം ഒരു ബുദ്ധിയെന്ന്. അതില്ല. ആ പേടിക്കാനുള്ള ബുദ്ധി റണാസുണക്കുള്ളെന്ന്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത്. തലയ്ക്കകത്ത് എന്തെങ്കിലും വിവരം ബോധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതോ കേറണം, എങ്കിലേ ഒരു മനുഷ്യന് കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. ഇത് ഒരു തേങ്ങ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യാനാ? എന്തുവാ ചേച്ചി പേടിക്കണൊക്കെ കാര്യം പറയുന്നത്? അതിനുള്ള ബുദ്ധി പോലും ഇല്ല. പിന്നെ ചേച്ചിക്ക് ഗോസ്റ്റ് ഹണ്ട് അതൊക്കെ നല്ല വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും മാലോളം കഴുത്തി കിടക്കുന്നത്. എന്തെല്ലാം പോട്ടെ, ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അടുത്തൊരു കാട്ടുമൊണ്ണ ഉണ്ടല്ലോ, ഒരു കാട്ടുമൊണ്ണ, കള്ള കടയാടി മോൻ, സോറി നല്ല വാക്കുകൾ, ഓക്കെ മറന്നുപോയി. പെട്ടെന്ന് അതുൽ വ്ലോഗ്സ് കയറി വരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറും, പുതിയൊരു അതുൽ വ്ലോഗ്സായി വാർക്കപ്പെടുന്നില്ല, വാഴ്ത്തപ്പെടും. ഓക്കെ. അപ്പം അഭിലാഷ് കാട്ടുമണ്ണ, കാട്ടുചെമ്പക ചോട്ടിലിരിക്കുന്ന വക്കൊട്ടറ്റ് മോണ്ണ, അവൻ നമുക്കൊന്ന് കാണാം. തുപ്പൽ വാരി കണ്ണി തേക്കുന്ന അപരാധി മോനെ കാണിച്ചതുണ്ട്. എവിടെ ബാ ബാ ബാ. എടാ അറ്റ്ലീസ്റ്റ് മൊണ്ണെ സ്വന്തം തുപ്പൽ വാരി ആരെങ്കിലും കണ്ണി തേക്കൂടാ. അത് നിന്റെ തുപ്പൽ നിന്റെ കണ്ണി വീഴുന്നാൽ തന്നെ നിന്റെ കണ്ണടിച്ചു പോകും. അവസ്ഥ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യൂടാ. നമ്മൾ ചിലപ്പോൾ കരയാൻ വേണ്ടിയിട്ട് രണ്ട് തിരുമ തുപ്പലെടുത്ത് കണ്ണി തേക്കുന്നു. ഇവനെ പോലത്തെ ഒരു കാട്ട് മൊണ്ണ ജനം മനസ്സ്. എടാ താമരപ്പൂവാടി തൂറാൻ മുട്ടണം തോന്നുന്നു. അവ ഇരുന്ന് ഇതാ പോയി എണീറോ കട്ട് കളവേക്കും. എന്റെ അച്ഛൻ ബെറ്റ തമിഴ്പാട്ട് ഞാൻ കേട്ടു. ഞാൻ ചിന്തിക്കുക ഈ വീട്ടിലിരിക്കണം ഈ ചേച്ചിമാർക്ക് കുറ്റം പറയുന്ന സമയം കൊണ്ട് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാൻ അവരെ കാട്ടവരാതി. നീ എന്തുവാടാ പറയുന്നത്? ചേച്ചിമാര് സ്വന്തം വീട്ടിൽ വരണം. കെട്ടിയമാർക്ക് ചോറിനൊപ്പുണ്ടോ കഞ്ഞിക്കൊപ്പുണ്ടോ? ഇവനൊക്കെ ഈ നിൽക്കുന്ന സ്ഥലം ആൾക്കാർക്ക് അറിയത്തില്ലേ? ആ ജില്ലയിലുള്ളവർ ഇവനൊക്കെ അവിടെ ഇട്ട് മടൽ വെട്ടി അടിച്ചങ്ങ് തീർത്തൂടെ? വല്ല കിണറ്റിലെടുത്ത് ആട്ടിലെ വല്ലവിടെ തീർത്ത് എറിയിട. ആറ് നശിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും എടുത്ത് എറി. ഈ ശല്യം അങ്ങ് തീർന്ന് ഇട്ടിട്ട് കോപ്പ്. എന്റെയും കൂടി കുറവുള്ളു. രജമരത്തിൻ കുമ്പിലിരുന്നൊരു ചങ്ങാതി കിളിയെ കടല്ലാം പൂക്കുന്ന കാലം വരും മുമ്പേ പോകുകയാണോ നീ തനിയെ പോകുകയാണോ? അല്ല ഞാനെന്തിനിപ്പോൾ ഈ പാട്ടൊക്കെ ഇവിടെ ഇരുന്ന് പാടണം? അത് പോട്ട്. രേണുവിന് വന്നിട്ടുള്ളൊരു കമൻ്റാണ് കേട്ടോ. കെട്ടത്തോങ്ങ ചൗമ നീ ആ നല്ല മനുഷ്യൻ്റെ പേര് കൂടി ചീത്തയാക്കാതെ. നെമ്പാറ വേലയ്ക്ക് പടക്കം കുറവായിരുന്നു. വിലക്ക് നിൽക്കൂടെ അവിടെ വന്നാലേണേൽ ആ വിഷയം അങ്ങ് തീർന്നേനെ. ഇവൾ കൊടുപ്പാണ്. ഓ മൈ ഗോഡ്. കുതിര എന്തൊരു മേത്താണ് ഇത്. ഈ കുതിര ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതിന് രേണുവിന്റെ റിപ്ലൈ, എടാ മേന നിന്റെ തന്തയോടെ പറ മാൻ ഷാൻ. അതിനേക്കാളും നമ്മളെ തങ്കം ചേട്ടനോട് പറ. തങ്കം ചേട്ടൻ ഇതെല്ലാം കണ്ടിട്ടും ഇങ്ങനെ തങ്കം ചേട്ടൻ ജീവിക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ കഴിയുന്നു ആ മനുഷ്യൻ ഇങ്ങനെ ബലിഷ്ഠമായിട്ട് ജീവിക്കാനായിട്ട്? സ്വന്തം മകൾ ഇത്രയും അപരാധങ്ങൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് കാട്ടിക്കൂട്ടി എക്സ്പോസ് ആയി നാട്ടുകാരെ മൊത്തം അറിഞ്ഞ് ചീഞ്ഞിട്ട് അങ്ങേര് ഒരു തൊലിക്കട്ടി സമ്മതിച്ചു. ഇവക്കില്ല തൊലിക്കട്ടിയും ബോധവും പകരമൊന്നും ഇല്ല. അങ്ങേര് സമ്മതിക്കണം. ഇങ്ങനൊരു പ്രൊഡക്ഷൻ മാനേജർ താങ്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ അവസരത്തിൽ താങ്കളെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്കൾ ഓടി വരണം. ഇങ്ങനെ നിൽക്കേണ്ട വ്യക്തിയൊന്നും അല്ല. ഇതെന്തുവാ ബുൾഡോസർ കയറ്റി ഇറക്കണ വ്യക്തിയാണ്. വേറെ ടീമാണ്, വേറെ ലെവലാണ്, മൂഡാണ്, വൈബാണ്, കൊഞ്ചാണ്, ഫ്രീക്കാണ്, മുത്താണ്. പോട്ടെ, ഞാൻ വേറെ എവിടെ കയറിപ്പോയി. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഇനി ബാ
പെണ്ണായോ പഞ്ഞു കാഞ്ഞു പഞ്ഞിങ്കുഴ കഞ്ഞു വേഞ്ഞു പത്തരമാറ്റിൽ ബിയം രേണു തന്നെ. അപ്പം ഇതാ ഞാൻ വരുന്നു. നിങ്ങളെ കാണാൻ എവിടെയാണെന്ന് അറിയോ? നമ്മുടെ നീ ഏതടുപ്പിൻ്റെ അകത്താ പോ, നമുക്കെന്ത്, നീ എങ്ങോട്ട് പോയ ആർക്ക് എന്നാ ചേതം, എന്നാത്താടി നീ പറയുന്നേ? കിളിമാനൂരാണ് വരുന്നത്. നാളെയാണ് നമ്മുടെ കിളി പോയ നീയൊക്കെ കിളിമാനുള്ളോട്ടാ. സിൽവർ ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ ആയിട്ട് നാളെ വരുന്നത്. അപ്പൊ നിങ്ങളെ കാണാം. എടാ ഈ ജ്വല്ലറി ഒന്നും നിനക്കൊക്കെ മുന്നോട്ട് നടത്തി കൊണ്ടുപോകണമെന്നില്ല, ഇതിനൊക്കെ ആരാടാ വിളിക്കുന്നത് എങ്ങോട്ട്? കോപ്പ്. അപ്പം അടിപൊളി സ്വർണത്തിന്റെയും വെള്ളിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നാളെ രാവിലെ 10:30 ഇനോഗ്രേഷൻ. ജ്വല്ലറി എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എന്റെ പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. തങ്കച്ചൻ ജ്വല്ലറി, അങ്ങനെ ഒരു ജ്വല്ലറി തുടങ്ങണേ, സെറ്റായിരിക്കും. TP തങ്കച്ചൻ നായർ, തങ്കച്ചൻ രേണു, രേഷ്മ പി തങ്കച്ചൻ ജ്വല്ലറി. ആ പോട്ടെ. അപ്പം അടിപൊളി, നമുക്ക് നാളെ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ കാണാൻ പോയി, ഇനി നാളെ നിന്നെ കാണണോ? എന്തുവാടി രേണു ഈ പറയുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ? എന്നും കാലാകാലം നിന്നെ കണ്ടോണ്ടിരിക്കാൻ. നീ ആര് അതാദ്യം പണ, നീ ആരെന്നാദ്യം പണ, എന്നിട്ട് നീ കൊണ കേട്ടാ. അപ്പൊ ശരി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കുറെ അപരാധികൾ ഇറങ്ങിയിട്ടുണ്ട്, മെമ്പർഷിപ്പ് കോപ്പറായും പേ കൂത്തന്ന്. നിങ്ങൾ സ്പോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിക്കുക. അതിന് റിപ്പോർട്ട് അടിക്കുന്നതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യം കൂടി അടിക്കുക. കുട്ടികളെ അടക്കം നശിപ്പിക്കുന്ന രീതിയിൽ, വരുന്ന തലമുറ അടക്കം നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോസും കാര്യങ്ങളും ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ അടക്കം അതിൽ ടൈപ്പ് ചെയ്ത് വെച്ച് വേണം റിപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സാധനത്തിന് നിങ്ങൾ വാട്സപ്പിൽ തന്നെ എവിടെയും കോപ്പി ചെയ്ത് ഇട്ടിരിക്കുക. ഇതുപോലത്തെ അപരാധ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് റിപ്പോർട്ട് അടിക്കുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഇത് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരുപാടാകുമ്പോൾ ഈ സംഭവം നോട്ടീസ് ചെയ്യും. അങ്ങനെ ഈ നമ്മുടെ നാട്ടിലേക്ക് ഇതൊരു വിഷയമാണെന്ന് അറിയുമ്പോൾ പിന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തന്നെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് ഗൈഡ് ലൈൻ കൊണ്ടുവരും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.